നമുക്കിന്ന് കടമക്കുടിയിലേക്ക് യാത്ര പോവാം. കടമക്കുടി എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്താണ് കടമക്കുടി വരുന്നത്. വരാപ്പുഴ പറവൂരിനടുത്താണ് കടമക്കുടി വരുന്നത്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും 18 കിലോമീറ്ററും എടപ്പള്ളിയിൽ നിന്നും 14 കിലോമീറ്ററുമാണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു 20 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. കടമക്കുടി എന്ന് പറയുന്നത് ഒരു 14 ദ്വീപുകളുടെ സമൂഹമാണ്. ദ്വീപുകൾ ചേർന്നതാണ് കടമക്കുടി എന്ന് പറയുന്നത്. നെൽവയലുകളും കായലുകളും തണ്ണീർത്തടങ്ങളാലും ചുറ്റപ്പെട്ട 14 ദ്വീപുകളുടെ സമൂഹമാണ് കടമക്കുടി. ഇതിൽ നമ്മൾ വലിയ കടമക്കുടിയാണ് ഇന്ന് കാണുന്നത്. ശരിക്കും ഒരു വാട്ടർ വില്ലേജ് ഓഫ് കേരള എന്ന് വേണമെങ്കിൽ കടമക്കുടിയെ പറയാം. കാരണം എല്ലാ ഭാഗത്താലും വാട്ടറാൽ ചുറ്റപ്പെട്ട്, വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് കടമക്കുടി ഇരിക്കുന്നത്. ഇവിടുത്തെ സൺറൈസും സൺസെറ്റുമാണ് ഏറ്റവും ഇതായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം അത്രയും ഭംഗിയാണ് സൺറൈസും സൺസെറ്റും. അവധി ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് നമുക്ക് ഈ പാർക്കിങ്ങിനൊക്കെ അസൗകര്യങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടൊരു പാർക്കിംഗ് ഏരിയ ആയിട്ടില്ല. പക്ഷേ പാർക്കിംഗ് നമ്മൾ റോഡ് സൈഡിൽ ഒതുക്കിയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീക്ക് ഡേയ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാവും. അപ്പം വീക്ക് ഡേയ്സിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. അത് കൂടാണ്ട് ബേർഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ അവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. ബേർഡ് വാച്ചിങ്ങിനും ബേർഡ് ഫോട്ടോഗ്രാഫിക്കും നേച്ചർ ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് കടമക്കുടി. പിന്നെ വരുന്നത് ഇവിടെ വരുന്ന പൊക്കാളി വിളവെടുപ്പൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തുന്നതാണ് പൊക്കാളി വിളവെടുപ്പൊക്കെ. ഇത് യുനെസ്കോ അംഗീകരിച്ചതാണ് ഈ പൊക്കാളി വിളവെടുപ്പ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് വലിയ കടമക്കുടിയാണ്. ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് കടമക്കുടിയുടെ മറ്റു ഭാഗങ്ങൾ കാണാം. അതുവരെ കാണുമ്പോഴേക്കും